നമസ്കാരം, ന്യൂമറിസ് കാർസിലേക്ക് അവർക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മുന്നിൽ പരിചയപ്പെടുത്തുന്നത് 2014 രജിസ്ട്രേഷൻ ടയോട്ട ഫോർച്യൂണർ 4x2 ഓട്ടോമാറ്റിക് ഡീസൽ വാഹനമാണ്. ഈ വാഹനത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് എടുക്കാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 2014 രജിസ്ട്രേഷൻ വാഹനമാണിത്. കേരളത്തിൽ ആലത്തൂർ RTOയിലാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഈ വാഹനം. അതുപോലെ തന്നെ 2014 രജിസ്ട്രേഷൻ ഉള്ളത് വളരെ മികച്ച ക്വാളിറ്റിയിൽ നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയായിട്ടുള്ളൊരു വാഹനമാണെന്നാണ് പറയാനായിട്ട്. ഫ്രണ്ട് ഗ്ലാസ്, ബോണറ്റ് കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ വളരെ മികച്ച ക്വാളിറ്റിയിൽ നിൽക്കുന്നു. അതിൻ്റെ ഹെഡ് ലാംപ്സ് കാര്യങ്ങളൊക്കെ ഗ്രിൽസൊക്കെ നോക്കി കഴിഞ്ഞാലും നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നു. അത്ര മികച്ച ക്വാളിറ്റി തന്നെ നിൽക്കുന്നൊരു വാഹനമാണെന്നാണ് പറയാനായിട്ട്. നമുക്ക് വശങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഫെൻഡർ സൈഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ യാതൊരുവിധ ഡാമേജോ പരിക്കുകളോ ഒന്നുമില്ല. ഫ്രണ്ട് ടയർ നോക്കുകയാണെങ്കിൽ എബോവ് 60% ടയേഴ്സ് ഫ്രണ്ട് ടയർ വരുന്നുണ്ട്. അതുപോലെ തന്നെ കമ്പനി അലോയ് വീൽസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. വശങ്ങളിലേക്കൊക്കെ വരികയാണെങ്കിൽ ഇൻഡിക്കേറ്ററോട് കൂടിയിട്ടുള്ള ഇൻറ്റേർണൽ ഇലക്ട്രിക് അഡ്ജസ്റ്റബിൾ മിറേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബോഡി ലൈൻസ്, ഷോൾഡർ ലൈൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ മികച്ച ക്വാളിറ്റിയിൽ തന്നെ നിൽക്കുന്ന ഫുഡ് സ്റ്റെപ്പൊക്കെ നോക്കിക്കഴിഞ്ഞാലും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണെന്ന് വേണം പറയാനായിട്ട്. ബാക്ക് ടയർ നോക്കുകയാണെങ്കിൽ എബോവ് 70% ബാക്ക് ടയറും ഉണ്ട്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ തന്നെ ആയിട്ടുള്ള വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണിത്. നമുക്കിതിൻ്റെ ബാക്ക് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഡിഫോഗർ ലൈൻസ്, ബാക്ക് വൈപ്പർ തുടങ്ങിയ ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം നമുക്ക് നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ സീറ്റ് ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ സീറ്റ് കൂടി നമുക്ക് എടുത്തിട്ട് 7 സീറ്ററായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് അത്യാവശ്യം ലഗേജ് കാര്യങ്ങളെല്ലാം കയറുന്ന രീതിയിലാണ് ഉള്ളത്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയായിട്ടുള്ളൊരു വാഹനമാണെന്നാണ് പറയാനായിട്ട്. നമുക്ക് റൈറ്റ് സൈഡിൽ പ്രൊഫൈലിലേക്ക് വരാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ബോഡിയിൽ ക്വാളിറ്റിയൊക്കെ വളരെ എക്സ്റ്റീരിയർ ക്വാളിറ്റിയൊക്കെ ഒരു 100% ക്വാളിറ്റി ഉള്ളൊരു വാഹനം തന്നെയാണെന്ന് വേണം പറയാനായിട്ട്. നമുക്ക് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഡീറ്റെയിൽസിലേക്ക് എടുക്കാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന 2014 രജിസ്ട്രേഷൻ ടയോട്ട ഫോർച്യൂണർ 4x2 ഓട്ടോമാറ്റിക് വാഹനത്തിൻ്റെ ഇൻറ്റീരിയറാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് തേർഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വാഹനമാണ്. 1,99,000 കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത്. കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ വളരെ മികച്ച ക്വാളിറ്റി ഉള്ളൊരു വാഹനമാണെന്നാണ് പറയാനായിട്ട്. ഇപ്പോൾ ഇതിൻ്റെ ഡാഷ്ബോർഡ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ്. ഡുവൽ എയർ ബാഗ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻബിൽറ്റ് മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, AC, സ്റ്റിയറിംഗ് വീൽ കൺട്രോൾസ് തുടങ്ങിയ എല്ലാവിധ ഫീച്ചേഴ്സും വാഹനത്തിന് വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്. ഓട്ടോമാറ്റിക് 5 സ്പീഡ് ട്രാൻസ്മിഷനാണ് ഇതിനകത്ത് വരുന്നത്. അതുപോലെ തന്നെ ഇൻറ്റീരിയറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വെൽ മെയിൻറ്റൈൻഡ് ആണ്, നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ്. അതുപോലെ തന്നെ സീറ്റ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള അപ്പോൾസ്റ്ററി കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന 2014 രജിസ്ട്രേഷൻ ടയോട്ട ഫോർച്യൂണർ 4x2 ഓട്ടോമാറ്റിക് വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അപ്രോൺ കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ മികച്ച ക്വാളിറ്റിയിൽ തന്നെ നിൽക്കുന്നു. യാതൊരുവിധ പരിക്കുകളോ ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയായിട്ടുള്ള ഒരു വാഹനമാണെന്ന് പറയാനായിട്ട്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 3000 cc എഞ്ചിനാണ് വരുന്നത്. അത് 4 സിലിണ്ടർ എഞ്ചിനാണ്. അതുപോലെ തന്നെ ഈ വാഹനത്തിന് 169 bhp പവറും 360 തന്നെ ടോർക്കുമാണ് ഈ വാഹനത്തിന് കരുത്ത് വരുന്നത്. എയർ സർട്ടിഫൈഡ് മൈലേജ് പറയുന്നത് 12.5 km/ലിറ്ററാണ്. എന്നിരുന്നാൽ തന്നെ നമുക്കൊരു 10 മൈലേജ് കിട്ടുന്ന വളരെ മികച്ച ഒരു 7 സീറ്റർ ഓട്ടോമാറ്റിക് ഡീസൽ വാഹനമാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു വാഹനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കാവുന്ന മികച്ചൊരു ഓപ്ഷനാണ് ഈ വാഹനം. നമുക്ക് ഈ വാഹനത്തിൻ്റെ വിലവരത്തിലേക്ക് എടുക്കാം. 2014 രജിസ്ട്രേഷൻ 4x2 ഓട്ടോമാറ്റിക് ടയോട്ട ഫോർച്യൂണർ വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 14,25,000 രൂപയാണ്. സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. അതുപോലെ തന്നെ ഈ വാഹനത്തിന് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ആണ്. ഈ വാഹനം അവൈലബിൾ ആയിട്ടുള്ളത് ന്യൂമറിസ് കാർസ് കേരളയിലാണ്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്ന ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. മറ്റൊരു വാഹനത്തിൻ്റെ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.